പുൽവാമ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആന്റോ ആന്റണി MP. BJP ഉപാധ്യക്ഷനായിരുന്ന സത്യപാൽ മാലിക്കും കൊല്ലപ്പെട്ട ജവാന്മാരുടെ ഭാര്യമാരും സമാന ആരോപണം ഉയർത്തിയിരുന്നു. തനിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട K. സുരേന്ദ്രൻ അവർക്കെതിരെയും നടപടി ആവശ്യപ്പെടുമോ എന്നും ആന്റോ ആന്റണി ചോദിച്ചു. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് എന്താണെന്നായിരുന്നു ആന്റോ ആന്റണി ചോദിച്ചത്. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ BJP എന്തും ചെയ്യും എന്നതിന്റെ ഉദാഹരണമാണ് പുൽവാമ ആക്രമണം. കേന്ദ്രം അറിയാതെ പുൽവാമയിലേക്ക് ആർക്കും പ്രവേശിക്കാൻ സാധിക്കില്ല. അന്നത്തെ കാശ്മീർ ഗവർണർ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. ഇന്ത്യൻ ടെറിറ്ററിക്കുള്ളിൽ നടന്ന സ്ഫോടനമാണ് പുൽവാമയിലേത്. ഇത്രയും RDXുമായി ഗവൺമെന്റിന്റെ സംവിധാനം അറിയാതെ ആർക്കും കടന്നു ചെല്ലാൻ കഴിയില്ല. 42 ജവാന്മാരുടെ ജീവൻ കേന്ദ്രം ബലികൊടുത്തുവെന്നും ജവാന്മാരെ റോഡിലൂടെ മനഃപൂർവ്വം നടത്തിച്ചുവെന്നുമായിരുന്നു ആന്റോ ആന്റണിയുടെ ആരോപണം. എനിക്കെതിരെ കേസെടുക്കട്ടെ. BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റായിരുന്ന 4 സംസ്ഥാനങ്ങളിലെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക്കിനെതിരെ എന്താണ് കേസെടുക്കാത്തത്? ഗുരുതരമായ ആരോപണമാണ് സത്യപാൽ മാലിക് ഉയർത്തിയത്. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട. മരണമടഞ്ഞ ജവാന്മാരുടെ ഭാര്യമാർ ഇതേ ആരോപണം ഉയർത്തി. അവരും രാജ്യദ്രോഹികളാണോ? K. സുരേന്ദ്രൻ പറയട്ടെ. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയാണെങ്കിൽ ചെയ്യട്ടെ. തൻ്റെ ഇടമുണ്ട്. ഇതൊക്കെ കണ്ടു തന്നെയാണ് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയതെന്നും ആന്റോ ആന്റണി പറയുന്നു. 2019 ഫെബ്രുവരി 14 രാജ്യത്തെ ഒട്ടാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പുൽവാമയിൽ ഭീകരാക്രമണം നടന്നത്. ഭാരത മണ്ണിന് കാവലായിരുന്ന 40 ധീര ജവാന്മാരെയാണ് അന്ന് നഷ്ടമായത്. 2019 ഫെബ്രുവരി 14 ഉച്ചകഴിഞ്ഞ് 3:15 മണിയോടെ അവധി കഴിഞ്ഞ് മടങ്ങുന്നവരടക്കം കേന്ദ്ര റിസർച്ച് പോലീസ് സേനയിലെ 2500ഓളം സൈനികർ 78 ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ദേശീയപാത 44 അവന്തിപുരയ്ക്കടുത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ വാൻ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറി. ഉഗ്ര സ്ഫോടനത്തിൽ കാറും ബസും തിരിച്ചറിയാനാവാത്ത വിധം തകർന്നു. മൃതദേഹങ്ങൾ 100 മീറ്റർ ചുറ്റുവട്ടത്ത് ചിതറിത്തെറിച്ചു. പിന്നാലെ എത്തിയ ബസ്സുകൾക്കും സ്ഫോടനത്തിൽ കേടുപാടുകൾ പറ്റി. പൂർണ്ണമായി തകർന്ന 76-ാം ബറ്റാലിയന്റെ ബസ്സിൽ 40 പേരാണ് ഉണ്ടായിരുന്നത്. നിരവധി ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ-ഇ-മുഹമ്മദ് ആയിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ പുൽവാമ ആക്രമണം ആയുധമാക്കാൻ ഒരുങ്ങുകയാണോ കോൺഗ്രസ് എന്നാണ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്.